നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശികൾക്ക് പൗരത്വം നൽകുന്നത് നിയന്ത്രിക്കുന്ന നിയമ ഭേദഗതി അതിന് കുവൈറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഭാര്യ കുവൈറ്റി വനിതയായതുകൊണ്ടോ വിദേശ വനിത കുവൈറ്റ് പൗരനെ വിവാഹം കഴിച്ചതുകൊണ്ടോ പൗരത്വം നൽകണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഈ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. വ്യാജരേഖകളിലൂടെയോ അതല്ല മറിച്ച് വഞ്ചനയിലൂടെയോ നേടിയ പൗരത്വം, അങ്ങനെ നേടിയ പൗരത്വം റദ്ദാക്കാനും ഭേദഗതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പൗരത്വം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് 15 വർഷമുണ്ടായിരുന്ന വ്യവസ്ഥ, ആ വ്യവസ്ഥയെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതിന് അധികൃതർ നൽകുന്ന വിശദീകരണം ദേശീയ സ്വത്വം സംരക്ഷിക്കുക എന്നതിനോടനുബന്ധിച്ചാണ് ഈ നടപടി എന്നാണ്. നിയമവിരുദ്ധമായി പൗരത്വം നേടിയവരെ കുറിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഹോട്ട് ലൈനിൽ അറിയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. അബുദാബിയിലെ കെട്ടിട വാടകയിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. 10 വർഷത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന വാടക വർധനയാണ് UAEയുടെ തലസ്ഥാന നഗരിയിലേതെന്ന് വിവിധ ഏജൻസികളും വ്യക്തമാക്കി. വില്ലകൾക്ക് 10%, അപ്പാർട്ട്മെന്റുകൾക്ക് 16%മാണ് ശരാശരി വർധന. എന്നാൽ ചിലയിടങ്ങളിൽ വില ഇതിലും കൂടും. ആവശ്യക്കാരുടെ എണ്ണം വർഷത്തിൽ കൂടുന്നുണ്ട് എന്നതും കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ആവശ്യത്തിന് ആനുപാതികമായി കെട്ടിടങ്ങൾ കിട്ടാനില്ല എന്നതും ഈ ഒരു വിലക്കയറ്റത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. എമിറേറ്റിലെ പ്രധാന സ്ഥലങ്ങളാണ് യാസ് ദ്വീപ്, സാദിയത്ത് ദ്വീപ് എന്നിവിടങ്ങൾ. ഇവിടങ്ങളാണ് പ്രധാനമായും വില വർധനവ് വന്നിരിക്കുന്നത്. സാദിയത്ത് ദ്വീപിലെ വില്ലകളിൽ 14%, യാസ് ദ്വീപിൽ 13%, അൽ റീഫ് വില്ലകളിൽ 8%മാണ് വാടക വർദ്ധിച്ചിരിക്കുന്നത്. അപ്പാർട്ട്മെന്റ് വിഭാഗത്തിൽ യാസ് ദ്വീപിൽ 15%, സാദിയാത്തിൽ 14%, റീം ദ്വീപിൽ 12%വുമാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം 2ാം പാദത്തിൽ നഗരത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നായി ശരാശരി അപ്പാർട്ട്മെന്റ് വാടക ഉയർന്നിട്ടുണ്ട്. വിൽപ്പന വാടകയും വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എമിറേറ്റിൽ 2 കിടപ്പുമുറിയുള്ള അപ്പാർട്ട്മെന്റിന് ശരാശരി വാർഷിക വാടക 66,500 ദിർഹമായി മാറിയിരിക്കുകയാണ്. വില്ലകൾക്ക് 1,66,500 മാറിയിരിക്കുകയാണ്. അതേസമയം അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ ഓഗസ്റ്റിൽ ചില വാടക സൂചിക പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് പ്രകാരം നിശ്ചിത ഏരിയകളിൽ പരമാവധി 30% വരെ വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നാണ്. വിപണി മൂല്യത്തെക്കാൾ വളരെ കുറഞ്ഞ വാടക ഈടാക്കുന്ന പ്രദേശത്ത് പുതുതായി ഫ്ളാറ്റ് വാടകയ്ക്ക് എടുക്കുന്നവർ വൻ തുക നൽകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നിലവിലുള്ള വാടക കരാറുകാർക്ക് വർഷത്തിൽ കുറഞ്ഞത് 5,000 മുതൽ 50,000 ദിർഹം വരെ അധികമായി ഈടാക്കേണ്ടി വരും. മറ്റൊരു വാർത്ത കൂടി നോക്കാം. 6 വർഷത്തിനകം അബുദാബിയിൽ നിന്ന് നേരിട്ട് ബഹിരാകാശത്തേക്ക് പറക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ്. പ്രവാസികൾക്ക് വളരെ സന്തോഷകരമാകുന്ന ഒരു വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ്. സിയാറ്റിൽ ആസ്ഥാനമായുള്ള റേഡിയൻ എയറോസ്പേസ് കമ്പനിയുടെ സഹകരണത്തോടെ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ്. ഹൊറിസോണൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് സൗകര്യമുള്ള പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന വിമാനം വികസിപ്പിക്കാനാണ് ഇപ്പോൾ അധികൃതർ പ്ലാൻ ഇടുന്നത്. 2028 ആദ്യത്തെ സബ് ഓർബിറ്റൽ പരീക്ഷണ യാത്ര നടത്തും. 2029 ആദ്യത്തെ വിമാനം ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 2030 UAEയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് സഞ്ചാരികളുമായി വാണിജ്യ വിമാനങ്ങൾ ഉയരും. സാധാരണ ബഹിരാകാശ വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായി വെർട്ടിക്കൽ പാഡിന് പകരം റൺവേയിൽ നിന്ന് പറന്നുയരാൻ കഴിയുന്ന എയർക്രാഫ്റ്റ് ആണ് ഉപയോഗിക്കുക.